ശ്രീമതി സ്മൃതിക്ക് ഇനി പൊതുവെ താല്പര്യം വരാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ്. കാരണം ഇത് സർക്കാരിലും ദേവസ്വം ബോർഡിലും കൊണ്ടുവയ്ക്കാൻ ശ്രീമതി സ്മൃതി കുറച്ച് ദിവസമായിട്ട് കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഹൈക്കോടതിയുടെ ഇടപെടലും വിജിലൻസിന്റെ റിപ്പോർട്ട് സമർപ്പണവും കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. വളരെ വേഗതയിലാണ് നുണയുടെ മുയൽ ഓടിക്കൊണ്ടിരുന്നത്. സത്യത്തിന്റെ ആമ എഴഞ്ഞു നീങ്ങുകയായിരുന്നു. പക്ഷെ ഇന്ന് ആമയ്ക്കൊരു കുതിച്ചുചാട്ടമുണ്ട്. ഈ 9 പേരുടെ ലിസ്റ്റ് വന്നപ്പോഴത്തേക്കിന് അവരൊക്കെ ആരൊക്കെയാണ്, ഏത് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്നൊക്കെ ഇപ്പൊ നാട്ടിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. അവരവരുടെ പ്രദേശത്തൊക്കെ അറിയാം ഇവർ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ്. അങ്ങനെ വർഷങ്ങളായിട്ട് ദേവസ്വം ബോർഡിനെയും തന്ത്രിമാരെയും മറ്റുള്ളവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൊള്ളയ്ക്ക് ഇതുവഴി വിരാമം ഇടാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അത് അയ്യപ്പ സംഗമത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും. അതുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോഴാണ് ഞങ്ങളെല്ലാം ആ വാദം ശക്തമായിട്ട് പറഞ്ഞത്. ഇതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരും, അന്വേഷണത്തിൽ തെളിയും, അപ്പോ ചെമ്പ് പുറത്താകും എന്നുള്ളതൊക്കെ ഞങ്ങൾ എല്ലാം അന്ന് ശക്തമായി പറഞ്ഞതാണ്. ഇപ്പൊ നമുക്കത് വളരെ വ്യക്തമായി വരുന്നുണ്ട്. മാത്രമല്ല, ഇത് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പോ FIR രജിസ്റ്റർ ചെയ്യാനും ഒക്കെയുള്ള ശ്രമത്തിലേക്ക് പോവുകയാണ്. കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളത് 100% ഉറപ്പാണ്.